ഏവർക്കും കോട്ടയം ബൊട്ടാണിക് ഗാർഡനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് മിനിയേച്ചർ ആന്തൂറിയത്തെക്കുറിച്ചാണ്. മിനിയേച്ചർ ആന്തൂറിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും ഈ ആന്തൂറിയം ചെടികളുടെ ഹാർട്ട് ഷേപ്പുകളുടെ ഇലകളുടെ ഭംഗിയുടെ ഒപ്പം തന്നെ വളരെയധികം വർണ്ണവിസ്മയം തീർക്കുന്ന ഈ പൂക്കളും തന്നെയാണ് ഈ ചെടിയുടെ മനോഹാരിത കൂട്ടുന്നത്. മറ്റ് പുഷ്പച്ചെടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം മെയിൻ്റെനൻസ് വേണ്ട ഒരു ഇനമാണ് മിനിയേച്ചർ ആന്തൂറിയത്തിൽപ്പെട്ട ഈ ഇനങ്ങൾ. കാരണം നമുക്കറിയാം, മറ്റ് പ്ലാന്റുകൾ പൂക്കണമെങ്കിൽ നമ്മൾ അതിന് കൃത്യമായി ഇടവേളകളിൽ വളം ചെയ്യുകയും അതിന് മറ്റ് പ്രൂണിങ്ങും മറ്റും നടത്തിയാണ് അവയ്ക്ക് ധാരാളം ഫ്ലവറുകൾ ലഭിക്കുന്നത്. പക്ഷേ മിനിയേച്ചർ ഇനത്തിൽപ്പെട്ട ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏറ്റവും വലിയ മുഖ്യ ആകർഷണം അത് തന്നെയാണെന്ന് നമുക്ക് വേണേൽ എടുത്തു പറയാം. കാരണം പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണുള്ളത്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൺലൈറ്റ്. ആന്തൂറിയം ചെടികൾ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് വെക്കാൻ പാടുള്ളതല്ല. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഉള്ളിടത്ത് ആന്തൂറിയം ചെടികൾ നന്നായിട്ട് വളർന്നു കിട്ടുന്ന ഒരു ചെടിയാണ്. മിനിയേച്ചർ ഇനത്തിൽപ്പെട്ട ഈ ചെടി നമുക്ക് ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റായിട്ടും വളർത്താൻ സാധിക്കും. ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഇവയ്ക്ക്, കാരണം നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഇവ ലഭിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇവ ചട്ടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ പോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് 360 കാരണം മോഡറേറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ചെടിക്ക് ലഭിക്കുകയും ചെടി അപ്പോൾ അങ്ങനെ ബുഷിയായിട്ട് വളരുന്നതും നല്ലതാണ്. അതുകൊണ്ടാണ് ഒരു മോഡറേറ്റ് ആയിട്ടൊരു സൺലൈറ്റ് ഉള്ളിടത്ത് ഇവ നന്നായിട്ട് വളരുന്നു എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ വാട്ടറിങ്. ഇതിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, കാരണം ഇവയ്ക്ക് ഓവർ വെള്ളം വേണ്ടതിനും എന്നാൽ വെള്ളം തീർത്ത് കുറഞ്ഞു പോയാൽ ചെടിക്കത് അഴുക്കാണ് താനും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഇതിൻ്റെ പോട്ടിൽ നമ്മുടെ വിരലൊന്ന് ടിപ്പ് ചെയ്ത് നോക്കുക. ഒരു 1.5 ഇഞ്ച് താഴെ നമുക്ക് മോയ്സ്ചറിങ് ഒന്നും തോന്നുന്നില്ലെങ്കിൽ തീർച്ചയായും കാരണം ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം വെള്ളം ഇല്ലാത്ത അവസ്ഥയിലാണ് ഇവയുടെ ഇലയൊക്കെ ഏകദേശം അതിൻ്റെ ഗ്രീൻ കളറ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല ആഴ്ചയിൽ ഒന്നല്ല ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. കാരണം നമുക്ക് 2 ദിവസമോ അല്ലെ 1 ദിവസമോ 3 ദിവസമോ കൂടുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിരലൊന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിന് വെള്ളം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇവ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു NPKയുടെ വളമെന്ന് പറയുന്നത് NPKയുടെ തന്നെ ഒരു വളമുണ്ട് 30-10-10-10 എന്ന്. അതിന് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള NPK അടിച്ചു കൊടുക്കുന്നതായിരിക്കും ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ ഗ്രീനിഷ് കളറും ചെടിയുടെ ഗ്രോത്തും എല്ലാം കൂടാൻ നല്ലത് NPKയുടെ 30-10-10 എന്നുള്ള വളമാണ്. അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തോ എന്നുള്ള കണക്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതുപോലുള്ള നല്ല നല്ല പ്ലാന്റുകൾ ഞങ്ങളുടെ ഫാമിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറ്റുള്ളവരോട് എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് കോട്ടയം ബൊട്ടാണിക് ഗാർഡൻ.